ഹലോ നമസ്കാരം. നമുക്ക് തേങ്ങയും ഉള്ളിയും തക്കാളിയും ഒന്നുമില്ലാതെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കിയാലോ? ദോശക്ക് നല്ല ടേസ്റ്റാണ് ഈ ചട്നി. ദോശ ഇഡ്ഡലിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് പൊട്ടുകടല, പച്ചമുളക്, പുളി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡിയാണ്. ഒന്ന് വറവൊഴിച്ചാൽ മതി. കടുക്, വറ്റൽമുളക്, കറിവേപ്പില. ഒരു 5 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ, നമ്മുടെ ചട്നി റെഡി കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഊണില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയാണ്. അപ്പോൾ ഒരു മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു ചട്നി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോർമൽ റെഡ് ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങാ ചട്നി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സാമ്പാർ ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അതിനുള്ള പാങ്ങിന്നില്ല. അതുകൊണ്ട് ഞാൻ 2 ചട്നിയിൽ ഒതുക്കി. ദോശയാണ് ഉണ്ടാക്കാനുള്ള കാരണം യൂഷ്വലി നമുക്കിവിടെ വിൻ്റർ ആയത് കാരണം ഇപ്പം ബാംഗ്ലൂർ ഭയങ്കര തണുപ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശമാവ് അത്ര അങ്ങോട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാറ്? ഞാനതിനെ യൂഷ്വലി തലേദിവസം അരച്ചതിന് ശേഷം മൈക്രോവേവിൽ വെക്കും കേട്ടോ. മൈക്രോവേവ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ അതിനുള്ളിലേക്കാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇത് ഇന്നലെ വെക്കാൻ മറന്നുപോയി, അതുകൊണ്ട് കുറേ സമയം എടുത്ത് ഫെർമെൻ്റ് ആവാൻ. അതുകൊണ്ട് ഇന്നത്തെ ഉച്ചയൂണെന്ന് പറയുന്നത് മസാല ദോശയിൽ ഒതുക്കി. എന്തായാലും ചട്നിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കോമെൻറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.